ഞാനിപ്പോൾ നിൽക്കുന്നത് ഈരാറ്റുപേട്ട കാരക്കാട് ജുമാ മസ്ജിദിന് പുറകിലുള്ള സുബൈദിന്റെ വീടിന് സമീപത്താണ്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയാൽ കാണാം, ഈ വീടിന്റെ ഒരു ഭാഗം ആകെ ഇടിഞ്ഞ് താഴ്ന്നിരിക്കുകയാണ്. ഇതിന്റെ കെട്ട് ഇടിഞ്ഞ് താഴ്ന്നിരിക്കുകയാണ് എന്ന് മാത്രമല്ല, നമുക്ക് ദൃശ്യങ്ങളിൽ അത് കൃത്യമായി കാണാം. ആ കാണുന്നത് ഈ വീടിന്റെ സിറ്റ് ഔട്ട്, അതിന് ഇപ്പുറത്ത് കാണുന്ന ജനൽ ഭാഗം അതൊരു മുറിയാണ്. അതിൻ്റെ അടിവശത്ത് നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും, അത് ഒരു ഭാഗം ഇങ്ങനെ തള്ളി താഴേക്ക് ഇടിഞ്ഞ് വീണിരിക്കുകയാണ്. വലിയൊരു അപകടാവസ്ഥയിലാണ് ഈ വീടിപ്പോൾ ഉള്ളത്. ഉപയോഗിക്കാൻ തന്നെ പറ്റാത്ത നിലയിലാണുള്ളത്. ഇവിടെ സുബൈറും കുടുംബവും മറ്റൊരു വീട്ടിലേക്ക്, ബന്ധുവീട്ടിലേക്ക് മാറി താമസിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു അപകടാവസ്ഥ നമുക്ക് മനസ്സിലാകുന്നത്, അവിടെ നിന്ന് താഴേക്ക് വന്നാൽ താഴെ മറ്റൊരു വീട് കൂടിയുണ്ട്. ഈ വീട്ടിലും ആളുകൾ താമസമുള്ളതാണ്. ഇപ്പോൾ തന്നെ ആ ഇടിഞ്ഞു വന്ന തിട്ട അവിടെ ഈ വീടിന് ഇടിച്ചാണ് നിൽക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഇനി ഈ വീടിന് കൂടി എന്തെങ്കിലും സംഭവിച്ചാൽ വലിയ അപകടത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്ന ആശങ്കയിലാണ് ഈ രണ്ട് കുടുംബങ്ങളും ഉള്ളത് എന്നതാണ്. ഇതിൽ വലിയ ഒരു മഴ കൂടി പെയ്താൽ കാര്യങ്ങൾ കൂടുതൽ പ്രശ്നത്തിലേക്ക് പോകും എന്നതാണ് നമുക്ക് ഇവിടെ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും വീടിൻ്റെ ഉടമസ്ഥൻ നമുക്കൊപ്പമുണ്ട്. ഇത് എപ്പോഴാണ് സംഭവിച്ചത്? ഇത് മിനിഞ്ഞാന്ന് രാത്രി 2 മണിയായി. നിങ്ങളിവിടെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു? ഞങ്ങൾ ആദ്യം ഇതാണ് ഇടിഞ്ഞ 12 മണിയായപ്പോൾ. ഇതിൻ്റെ ശബ്ദം കേട്ടിട്ട് ഞങ്ങൾ ഇത് നോക്കിയൊക്കെ കഴിഞ്ഞ് പോയി ഒന്ന് കിടന്ന് മയക്കം വന്നപ്പോൾ ഒരു ശബ്ദം കൂടെ കേട്ടു. അന്നേരപ്പോഴാണ് എണ്ണിച്ച് നോക്കുന്നത്. എണ്ണിച്ച് നോക്കി ഇതിൻ്റെ ബാക്കി പോയെന്നുള്ള ചിന്തയിൽ ഞങ്ങൾ വന്ന് നോക്കുന്നത്. പക്ഷേ അവിടെ നിന്ന് താഴത്തേക്ക് നോക്കിയപ്പോഴാണ് നമ്മുടേതാണ് മനസ്സിലായത്. ഈ കാണുന്ന റൂമിൽ തന്നെയാണോ നിങ്ങൾ താമസിച്ചിരുന്നത്? ഇതിൻ്റെ നടുക്കത്തെ റൂമിൽ കിടന്നിരുന്ന റൂമിൽ തന്നെയാണോ? ആണ്. വലിയൊരു അപകടമാണ് ഒഴിവായതല്ലേ? തലനാരിക്ക് രക്ഷപ്പെട്ടെന്ന് പറയാം. അപ്പൊ തന്നെ വീട്ടിൽ നിന്ന് മാറി താമസിച്ചു. അന്നേരം തന്നെ അങ്ങോട്ട് ചേട്ടൻ്റെ ഒരു വീടുണ്ട് ഇവിടെ, അതിൻ്റെ അങ്ങോട്ട് താമസം രാത്രി. ഇത് കെട്ട് പഴയ കെട്ടാണോ അല്ല ഇപ്പൊ കെട്ടിയത്? കെട്ടാ. ഒരു 1.5 വർഷത്തിൽ കൂടുതലൊന്നും ആയിട്ടില്ല. വലിയ മഴയായിരുന്നു അന്ന് ഇവിടെ ഉണ്ടായിരുന്നത്? ഭയങ്കര മഴയായിരുന്നു. വെള്ളം ഇറങ്ങിയത് തന്നെയാണ്? വെള്ളം ഇറങ്ങിയത് തന്നെ. അതാണ്, വെള്ളം ഇറങ്ങിയിട്ടാണ് ഈ ഒരു അപകടം സംഭവിച്ചത് എന്നതാണ് ഈ വീട്ടുടമസ്ഥൻ പറയുന്നത്. അതോടൊപ്പം ഇതിൽ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം, ഇതിന് താഴെ ഒരു വീട് കൂടിയുണ്ട്. നമുക്ക് ആ വീടിന്റെ ഉടമസ്ഥൻ കൂടി നമുക്കൊപ്പം ഉണ്ട്. ചേട്ടാ, ഇത് ഇപ്പോൾ വലിയൊരു അപകടാവസ്ഥയിൽ നിൽക്കുകയാണ്, വീടിനൊരു ഭീഷണിയായി നിൽക്കുകയാണ്. അതെ, വളരെ വളരെ ഒരു ഭയാനകമായ അവസ്ഥ. ഇത് കണ്ടിട്ട് തന്നെ നമുക്ക് പേടിയാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ എന്നോട് തൊട്ട് ചേർന്നുള്ള വീട്ടിൽ താമസിക്കുന്ന ആളാണ്. അപ്പോൾ ഇവിടുന്ന് ഇതെല്ലാം കൂടെ ഒലിച്ച് അങ്ങോട്ട് ചാടിയിട്ട് ഇപ്പോൾ എൻ്റെ വീടിൻ്റെ ബാക്കിൻ്റെ ഒരു സൈഡ് അങ്ങോട്ട് പുറകോട്ട് തള്ളി നിൽക്കുക. അതും കൂടെ അങ്ങോട്ട് വീഴുകയാണെങ്കിൽ ഇപ്പോൾ 1, 2, 3 വീടിന് ഓൾറെഡി ഭീഷണിയായ രീതിയിലാണ് ഇപ്പോൾ കാണുന്നത്. അപ്പം ചേട്ടൻ്റെ വീടിൻ്റെ താഴെയുള്ള വീടിനും അപകടം ഉണ്ടെന്നാണോ? അതല്ല, നേരെ പുറകിലിരിക്കുന്ന ഈ ഒരു വീട്, ഇതൊന്ന്, പിന്നെ അതോടൊപ്പം അടുത്ത് നിൽക്കുന്ന എൻ്റെ വീടിൻ്റെ ഈ മൂല കൊണ്ട് ഇങ്ങനെ തള്ളി നിൽക്കുക ഭിത്തി അങ്ങോട്ട്. എപ്പോൾ വേണമെങ്കിലും താഴോട്ട് വീഴാവുന്ന രീതിയാണ്. അതാണ് ഇവിടെ ഇവിടുത്തെ ഒരു ഭൂമിയുടെ ഒരു ഘടന നോക്കിയാൽ നമുക്കൊരു ചെറിയൊരു ഒരു കുന്ന് പോലെയുള്ള പ്രദേശമാണ്. ഇവിടെ തട്ടായിട്ടാണ് വീടുകളുള്ളത്. മുകളിൽ സുബൈറിൻ്റെ വീട്, അതിൻ്റെ താഴെ ഇവരുടെ വീട്, അതിന് താഴെ ഒരു വീട് കൂടിയുണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം, ഇതിൽ ഏതെങ്കിലും ഒരു തിട്ട ഇങ്ങനെ ഇടിഞ്ഞു വീണ് കഴിഞ്ഞാൽ മറ്റു വീടുകൾക്ക് കൂടി കേടുപാടുകൾ സംഭവിക്കുന്ന നിലയിലാണ്. ഇതിന് ഇപ്പോൾ ചേട്ടൻ പറഞ്ഞത് ഇവരുടെ വീടിന് മുന്നിലുള്ള തിട്ടയിലും ഇതുപോലെ ഒരു പ്രശ്നമുണ്ട്, അതിങ്ങനെ തള്ളി നിൽക്കുകയാണ് എന്നതാണ്. ഏതായാലും വലിയ ബുദ്ധിമുട്ടാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. നമുക്ക് വാർഡ് കൗൺസിലർ ഉൾപ്പെടെ ഇവിടെ ഉണ്ട്. അദ്ദേഹത്തോടു കൂടി നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം. ഇവിടെ ഇപ്പോൾ ഇതിന് എന്താ ചെയ്യാൻ പറ്റും നമുക്ക്? ഇത് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇന്ന് നഗരസഭാ ഉദ്യോഗസ്ഥരും വില്ലേജ് ഉദ്യോഗസ്ഥരും എല്ലാം വന്ന് അതിൻ്റെ കണക്കെടുപ്പുകളൊക്കെ നടത്തിക്കൊണ്ട് പോയിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യമായിട്ട് ഇദ്ദേഹത്തെ സംബന്ധിച്ച്, നമ്മൾ ഈ സുബൈർ സാഹിബിനെ സംബന്ധിച്ച്, അദ്ദേഹം ഒരു സുഖമില്ലാതെ വീട്ടിൽ വിശ്രമിക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അതൊക്കെ പരിഗണന വെച്ചുകൊണ്ട് വളരെ അടിയന്തരമായി നമുക്ക് ഇന്ന് കളക്ടർക്ക് റിപ്പോർട്ട്, ഇപ്പം ഞാൻ എ വിളിച്ചപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞ ഒരു സമയത്ത് റിപ്പോർട്ടാക്കി വെച്ചിട്ടുണ്ട്. നാളെ രാവിലെ തന്നെ അത് കളക്ടർക്ക് ഫോർവേഡ് ചെയ്ത് അതുമായി ബന്ധപ്പെട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളതാണ് നമ്മുടെ തീരുമാനം. അടിയന്തരമായി ഇത് നീക്കം ചെയ്യും. താഴത്തെ വീടിന് കൂടി ഒരു അപകടാവസ്ഥയിലാണുള്ളത്. അപ്പോൾ ഇത് അടിയന്തരമായി ഇത് നീക്കം ചെയ്യേണ്ട ഒരു നടപടികൾ വേണ്ടി വരില്ലേ? അതാണ് ഇന്ന് ഉദ്യോഗസ്ഥരും ചെയർമാൻ അടക്കമുള്ള ആളുകൾ കുറച്ച് മുമ്പേ വീണ്ടും വന്നിരുന്നു. വീണ്ടും നമ്മൾ എമർജൻസി ആണല്ലോ ഇപ്പോഴത്തെ സാഹചര്യം. അപ്പം കഴിഞ്ഞ ദിവസം മിനിസ്റ്ററും ഒക്കെ ആയി, കളക്ടർ, മറ്റു ഉദ്യോഗസ്ഥന്മാരും എല്ലാം ഞങ്ങൾ കൗൺസിലേഴ്സ് കൂടിയിരുന്നു. അപ്പോൾ അടിയന്തര ഘട്ടങ്ങളിൽ ചെയ്യേണ്ടതിനെക്കുറിച്ച് കളക്ടറും വിശദീകരിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. ഇപ്പോൾ അതുപോലെ തന്നെ ഇദ്ദേഹം പറഞ്ഞ പോലെ അതിൻ്റെ തൊട്ട് താഴത്തെ വീട് ഒരു ഭീഷണിയിലാണ്. കാരണം ആ വീട്ടിലും ഒരു ആണുങ്ങളില്ലാത്ത വീടാണ്, ഒരു ഉമ്മായും മകളും മാനും മാത്രം താമസിക്കുന്നതാണ്. അവരെ സംബന്ധിച്ചും പ്രശ്നങ്ങളാണ്. ഇതുണ്ടായ ഉടനെ തന്നെ എനിക്ക് അവരെ എത്രയും പെട്ടെന്ന് എനിക്ക് ഇതിനൊരു പരിഹാരം കാണണമെന്നും പറഞ്ഞ് കൗൺസിലർ എന്നുള്ള എനിക്ക് അവർ വോയിസ് ഇട്ടിരുന്നു.
തന്നു. ആ വോയിസിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ രാത്രി തന്നെ വന്നു, മിനിഞ്ഞാന്ന് രാത്രി തന്നെ വന്നു, രാത്രി ഫോട്ടോ എടുത്തു, ഭരണ സംവിധാനങ്ങളിലേക്കെല്ലാം അയച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ രാവിലെ മുതൽ അതിൻ്റെ പുറകെ തന്നെ നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ്. കാരണം ഇവർക്കൊരു ആവശ്യമാണല്ലോ, കാരണം അവരുടെ സാഹചര്യങ്ങളും മറ്റെല്ലാ ഭാഗങ്ങളും നമ്മൾ കണക്കുകൂട്ടി അതുമായിട്ട് തന്നെയാണ് നഗരസഭ മുമ്പോട്ട് പോകാനും ഇന്ന് ചെയർമാൻ തീരുമാനിച്ച് വിവരം പറഞ്ഞിരിക്കുന്നത്. അതാണ് ഇതിൽ ഈ സുബൈർ വീട്ടുടമ അദ്ദേഹം ഒരു രോഗാവസ്ഥയിലുള്ള ഒരാളാണ്. അദ്ദേഹം ചികിത്സയിൽ കഴിയുകയാണ്, വിശ്രമത്തിലാണ്. അപ്പോൾ ഈ വലിയ അപകടമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. വലിയൊരു അപകട ഭീഷണിയിലാണ് വീടുമുള്ളത്. വളരെ പെട്ടെന്ന് ഇത് നീക്കം ചെയ്യുക എന്നതാണ് ആദ്യം ചെയ്യാനുള്ളത്. കാരണം ഇതിന് താഴെയുള്ള വീടിനും ഇതൊരു ഭീഷണിയായി നിൽക്കുകയാണ്. എന്തായാലും വളരെ പെട്ടെന്ന് അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും എന്ന് തന്നെയാണ് നഗരസഭാ അധികാരികളും പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിജി CP-ക്കൊപ്പം റിപ്പോർട്ടർ രാംഷാ CP ഇൻ റിപ്പോർട്ടർ, കോട്ടയം.